ഇപ്പോൾ ഈ കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പം LDFന്റെ ഒരു സമഗ്ര ആധിപത്യമാണ് കൊല്ലത്ത്. ഇപ്പം 39-9 എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ LDF UDF കണക്ക് 39-9 പ്രാദേശിക വിഷയങ്ങളൊക്കെയാണ് ചർച്ചാ വിഷയമെങ്കിൽ ഈ സീൻ മാറാനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? ഷമീർ, ഒരു പൊതുചിത്രം പറയൂ. സേതുലക്ഷ്മി, കൊല്ലത്ത് CPM-ന്റെയും LDF-ന്റെയും ഒരു കുത്തക ജില്ല കൂടിയാണ്. അത് കഴിഞ്ഞ 30 വർഷം കൊല്ലം കോർപ്പറേഷന്റെ ഭരണം കൈയാളിയിരുന്നത് CPM തന്നെയാണ്. പക്ഷേ ഇത്തവണ ഒരു മാറ്റം വരുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് UDF ഇത്തരത്തിലൊരു പ്രചരണം നടത്തുകയും തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു കുറ്റവിചാരണ യാത്രയും ഒക്കെ നടത്തിയത്. പക്ഷേ അതൊന്നും തന്നെ കൊല്ലത്തെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ LDF-ഉം തിരിച്ച് അതിനപ്പുറത്തേക്ക് എന്തൊക്കെ പ്രചരണം നടത്താമോ ആ പ്രചരണമൊക്കെ തന്നെ നടത്തി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP ആണ്. BJP കഴിഞ്ഞ തവണ കൊല്ലം കോർപ്പറേഷനിൽ 6 സീറ്റുകളാണ് നേടിയിരുന്നത്. ഈ 6 സീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 17 ഇടങ്ങളിൽ 2ാം സ്ഥാനത്താണ് BJP എത്തിയതെന്നൊരു പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്കറിയാം തിരുവനന്തപുരം, തൃശ്ശൂർ, അതുപോലെ കൊല്ലം കോർപ്പറേഷനുകളാണ് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതിൽ 3ാം സ്ഥാനം കൊല്ലത്തിനാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ 2ാം സ്ഥാനമെങ്കിലും ഇത്തവണ BJPക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അവരും മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ തവണത്തെ 6 സീറ്റ് എന്നത് ഇത്തവണ കുറച്ചുകൂടി ഉയർത്താനുള്ളൊരു ശ്രമത്തിലാണ് BJP ഉള്ളത്. ഒരു 10-ലധികം സീറ്റ് അല്ലെങ്കിൽ 15-ലധികം സീറ്റുകൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിൽ അവരും മുന്നോട്ട് പോകുന്നു. എന്തായാലും ഒരു സമഗ്രമായ ആധിപത്യം ഇപ്പോഴും ഇടതുപക്ഷത്തിന് തന്നെയാണ് ജില്ലയിലുള്ളത്. അത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അത് ഏത് മേഖലയിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയാലും ഒരു സമഗ്ര ആധിപത്യം അവർക്കുണ്ട്. പക്ഷേ അതൊക്കെ എങ്ങനെ UDF മറികടന്നു എന്നുള്ളത് വേണം പരിശോധിക്കാൻ. അത് തെരഞ്ഞെടുപ്പ് ഫലം 13-ാം തീയതി വരുമ്പോഴറിയാം. അവരും വലിയ ആത്മവിശ്വാസത്തിൽ UDF-ഉം മുന്നോട്ട് പോവുകയാണ്. എന്തായാലും RSP നമുക്ക് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് RSPയും ഇത്തവണ കൊല്ലം കോർപ്പറേഷനിലേക്ക് പുതിയ മുഖങ്ങളെയാണ് സ്ഥാനാർത്ഥികളായി ഇറക്കിയിരിക്കുന്നത്. RSPക്ക് കഴിഞ്ഞ തവണ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ജില്ലാ പഞ്ചായത്തിലടക്കം ബ്ലോക്ക് പഞ്ചായത്തിലടക്കം ഒരു പ്രതിനിധിയെ പോലും അവർക്ക് ജില്ലാ പഞ്ചായത്തിൽ ഒരാളെ ഒഴിച്ച് ബാക്കിയുള്ളങ്ങളിൽ മറ്റിടങ്ങളിൽ ഒരാളെ പോലും അവർക്ക് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തവണ അവരും കരുതിക്കൂട്ടിക്കുന്ന യുവമുഖങ്ങളെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസും അത്തരത്തിൽ യുവമുഖങ്ങളെ രംഗത്തിറക്കിയാണ് പ്രചാരണം കൊഴുപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഒരു പെർസെൻറ്റേജ് വെച്ച് കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ശരി ഷമീർ, അപ്പൊ